ചടങ്ങുകൾ ആരംഭിക്കുന്നു. 12:45 ചടങ്ങുകൾ എല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിരിപ്പിന്റെ അവസാനമാണ്. അയോധ്യയിൽ ജന്മദേശത്ത് രാമന് ക്ഷേത്രം ഉയർന്നിരിക്കുന്നു. അതിന്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് കടക്കുന്നു. അതിന്റെ മുഖ്യ യജമാനൻ ഇതാ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. നരേന്ദ്രമോദി മുഖ്യ യജമാനൻ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. അഭിജിത്ത്, മുഹൂർത്തത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അയോധ്യ നഗരം, നാടും നഗരവുമെല്ലാം വലിയ ആഘോഷ തിമിർപ്പിലാണ്. രാജ്യത്തെ വിവിധ കോണുകളിൽ ഉള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ചടങ്ങ് കാണുന്നതിന് പ്രത്യേകമായ സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. 84 സെക്കൻഡ് മാത്രം നീളുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ്, അതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായൊരു കാഴ്ച നേടുന്നു. ഒരുപക്ഷെ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ചരിത്ര നിമിഷമാണ്. ക്ഷേത്രത്തിനുള്ളിൽ നരേന്ദ്രമോദി പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് അല്പസമയത്തിനകം തുടക്കം. പുഷ്പങ്ങളാൽ അലങ്കരിച്ച പുതിയ അയോധ്യയിലെ പുതിയ രാമന്റെ മന്ദിരത്തിന്റെ ഏറ്റവും അടുത്ത ദൃശ്യങ്ങൾ സ്ക്രീനുകളിൽ. ചരിത്ര നിമിഷമാണ്. രാമന് ജന്മദേശത്ത് മന്ദിരം യാഥാർത്ഥ്യമാകുന്നു. ഇനി മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രം. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുഖ്യ യജമാനായി ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. ഇതിനുവേണ്ടിയായിരുന്നു കാത്തിരിപ്പ്. 501ഓളം വരുന്ന വിശിഷ്ടാതിഥികൾ, 8000ഓളം വരുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും കാത്തിരുന്നത് ഈ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടെ 5 പേരാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ അധികാരപ്പെട്ടവർ. അവർ അല്പസമയത്തിനകം ചടങ്ങുകളിലേക്ക് തന്നെ കടക്കും. 24 സെക്കൻഡ് മാത്രം നീളുന്ന ചടങ്ങാണ് ഇനി അവശേഷിക്കുന്നത്. അഭിജിത്ത്, മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തേണ്ടുന്ന ആ ഒരു ചടങ്ങ് മാത്രമാണ് ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാകാൻ ഇനി ബാക്കിയുള്ളത്. അതിനായുള്ള കാത്തിരിപ്പാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി. നരേന്ദ്രമോദി അവിടേക്ക് എത്തിയിരിക്കുന്നു. ഇനി മിനിറ്റുകൾ മാത്രം രാമന് ക്ഷേത്രം യാഥാർത്ഥ്യമാകാൻ. എല്ലാ കണ്ണുകളും ഇപ്പോൾ അയോധ്യയിലേക്ക് തന്നെയാണ്. മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ തീർത്ത 51 ഇഞ്ച് ഉള്ള വിഗ്രഹം, ആ വിഗ്രഹത്തിലേക്ക് ദൈവ ചൈതന്യം ആവാഹിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. പിന്നീട് അതൊരു ശില്പമല്ലാതായി മാറുന്നു, ദൈവത്തിന്റെ പ്രതിപുരുഷൻ, പ്രതിരൂപമായി മാറുന്നു എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആചാര്യന്മാർ ആണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിക്കും ഗർഭഗൃഹത്തിലെ മറ്റ് അംഗങ്ങൾക്കുമെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതിനനുസരിച്ചാണ് ചടങ്ങുകൾ ഇനി മുന്നോട്ട് പോകേണ്ടത്. രാമായണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏട് എന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത് എന്ന് പറയാം. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ പൂജാരിമാർ, കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ഉൾപ്പെടെ ഈ കർമ്മത്തിന്റെ യജമാനൻ എന്ന നിലയിലുള്ള പ്രക്രിയകൾ, കർമ്മങ്ങൾ എന്ത് എന്ന് പറഞ്ഞു നൽകുന്നു. അത് പ്രധാനമന്ത്രി അനുസരിച്ച് അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. वैभव के इस अटूट प्रदर्शन के आज दिन को पूरी दुनिया साक्षी हो रही है और अगर देखें तो രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. മോദി ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പൂജകൾ ആരംഭിച്ചിരിക്കുന്നു. പ്രാൺ പ്രതിഷ്ഠ നടക്കുന്നത് 12:20 ശേഷമുള്ള സമയത്താണ്. അവിടെ അതിനിടയിലുള്ള അഭിജിത്ത് മുഹൂർത്തം 84 സെക്കൻഡ് മാത്രം നീളുന്ന മുഹൂർത്തം. രാംലല്ല ആ വിഗ്രഹം ആ യഥാർത്ഥ സ്ഥാനത്തേക്ക് മാറ്റുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതിന്റെ മുഖ്യമായിട്ടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. പൂജകൾ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന നിമിഷമാണ്. രാമഭക്തർ രാമജപ മന്ത്രങ്ങളാൽ ഈ നിമിഷം അവർ അത് ആഘോഷമാക്കുകയാണ്, പ്രാർത്ഥനയിൽ അലിയുകയാണ്. രാമന് ജന്മദേശത്ത് മന്ദിരം യാഥാർത്ഥ്യമായിരിക്കുന്നു, ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഇനി ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്കായിരിക്കും. ഇനി ഇവിടേക്ക് ഭക്തർ ഒഴുകിയെത്താൻ പോവുകയാണ്. ഇത് രാജ്യത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രാമന്റെ ജന്മഗേഹത്തെ ഈ ക്ഷേത്രത്തിലേക്ക് ആളുകളുടെ ഒഴുക്ക് തുടങ്ങാൻ പോകുന്നു. അതിനുള്ള
ചടങ്ങുകളാണ് ഇന്ന് പൂർത്തിയാകുന്നത്. ഇപ്പോൾ തന്നെ അവിടം വിശിഷ്ടാതിഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ആളുകൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായി അവർ എത്തിയിരിക്കുന്നു. അവരെ സാക്ഷിയാക്കി ആ ക്ഷേത്രം രാജ്യത്തിന് സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി. ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട പൂജകൾ നടക്കുന്നു. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ, രാമഭക്തർക്കായി തുറന്നുകൊടുക്കാൻ. ദിവസങ്ങളോളം നീണ്ട കാർമ്മികത്വം ആണ് ഇപ്പോൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് കൂടി എത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 121 ആചാര്യന്മാർ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഈ പ്രാൺപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ, പൂജാ കർമ്മങ്ങൾ എല്ലാം നിർവഹിച്ചത്. കാശിയിലെ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് ആയിരുന്നു അനുഷ്ഠാന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി നിരവധി ഹൈന്ദവ ആചാരപ്രകാരമുള്ള നിരവധി പൂജാ കൃത്യങ്ങൾ, പൂജാ കർമ്മങ്ങൾ ആണ് പൂർത്തിയാക്കിയത്. ഇനി മറ്റു ചില കർമ്മങ്ങൾ കൂടി ശേഷിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് പുണ്യതീർത്ഥങ്ങളിൽ നിന്നുള്ള 114 കലശം ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിഷേകം ഉൾപ്പെടെ അങ്ങനെ ചടങ്ങുകൾ ഓരോന്നായി പൂർത്തിയാക്കി പ്രാൺ പ്രതിഷ്ഠ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവികത ആവാഹിക്കുന്ന ചടങ്ങ് ആരംഭിക്കുന്നു. പ്രധാനമന്ത്രി ഈ ചടങ്ങിന്റെ യജമാനനായ പ്രധാനമന്ത്രിക്ക് മന്ത്രങ്ങൾ, പ്രധാനമന്ത്രിയെ കൂടാതെ നമ്മൾ കാണുന്നത് സർസംഘചാലക് മോഹൻ ഭാഗവതിനെയാണ്. RSS സർസംഘചാലക് മോഹൻ ഭാഗവതും പ്രധാനമന്ത്രിയും അവിടെ ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനമന്ത്രി ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നു. പൂജാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ആകെ 5 പേർ മാത്രമാണ് ഈ നിലയിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളവർ. യോഗി ആദിത്യനാഥ്, ആനന്ദിബെൻ പട്ടേൽ തുടങ്ങിയവരെ കൂടി ദൃശ്യങ്ങളിൽ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രധാനമന്ത്രിയാണ് ശ്രദ്ധാകേന്ദ്രം. അദ്ദേഹമാണ് ഈ പൂജാ കർമ്മങ്ങൾ നടത്തുന്നത്. ആ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ളത്. അഭിജിത്ത് മുഹൂർത്തത്തിലെ 84 സെക്കൻഡ് ആ സമയത്തായിരിക്കും പ്രാണപ്രതിഷ്ഠ പൂർത്തിയാകുക. എന്തായാലും വിഘ്നേശ്വര ദൃശ്യം, വിഘ്നേശ്വര ശില്പമാണ് നമ്മൾ കണ്ടത്. പലപ്പോഴും ഹൈന്ദവ ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ആരംഭിക്കുന്നത് തന്നെ വിഘ്നങ്ങൾ അകറ്റണം എന്നുള്ള, വിഘ്നേശ്വരനെ നമിച്ചുകൊണ്ടുള്ള, വിഘ്നേശ്വരനെ പൂജിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ ഉൾപ്പെടെ ആണ് പലപ്പോഴും നടത്തുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം നിരവധിയായ താന്ത്രിക വിദ്യകൾ ഉണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന തടസ്സങ്ങൾ നീങ്ങണം എന്ന് ആ തരത്തിലുള്ള ആരാധനാക്രമത്തിന് പ്രാമുഖ്യം നൽകുന്നത് വിഘ്നേശ്വരനെ ആണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അടക്കം അത് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS മേധാവി മോഹൻ ഭഗവത്തുമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, സ്പീക്കർ ആനന്ദിബെൻ പട്ടേൽ, അതോടൊപ്പം തന്നെ ശ്രീരാമ ജന്മസ്ഥാൻ തീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റ് കൂടി ഈ ഗർഭഗൃഹത്തിലെ ചടങ്ങിൽ പങ്കെടുക്കും. ആചാര്യന്മാർ അതിന് നേതൃത്വം നൽകുന്നു. മന്ത്രധ്വനികൾ നമുക്ക് അവിടെ നിന്ന് ഉയർന്നു കേൾക്കാം. ഒപ്പം ഈ ചടങ്ങിന്റെ ഭാഗമായി യജമാനൻ ചെയ്യേണ്ട ക്രിയകൾ ആണ് ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ആചാര്യന്മാർ പറഞ്ഞു നൽകുന്നതനുസരിച്ച്, കർമ്മി പറഞ്ഞു നൽകുന്നതനുസരിച്ചുള്ള ക്രിയകൾ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രം നീളുന്ന ഒരു ചടങ്ങ്. പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇനി ഏതാണ്ട് 10 മിനിറ്റ് മാത്രമാണ് ദൈർഘ്യം. പ്രധാനപ്പെട്ട പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് കൂടി പൂർത്തിയാകാനുള്ള സമയം അത് മാത്രമാണ്. മഹന്ത് നിത്യഗോപാൽ ദാസ്, രാം ജന്മഭൂമി ന്യാസ് തലവനായിരുന്ന അദ്ദേഹം ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS സർസംഘചാലക്, ഒപ്പം ആനന്ദിബെൻ പട്ടേൽ, യോഗി ആദിത്യനാഥ് എന്നിവരെ കൂടാതെ ആ ചടങ്ങിൽ ഉൾപ്പെടുന്ന വ്യക്തി. എന്തായാലും പൂജാ കർമ്മങ്ങൾ തുടരുകയാണ്. ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉള്ളത്. അവിടെയാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇനി ഏതാനും മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രം. രാമന് ക്ഷേത്രമൊരുങ്ങാൻ, അയോധ്യയിലെ പുണ്യഭൂമിയിൽ ഭഗവാൻ രാമന് ക്ഷേത്രമൊരുങ്ങാനുള്ള കാത്തിരിപ്പ് ഇനി ഏതാനും നിമിഷങ്ങളായി ചുരുങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആ ക്ഷേത്രം നിലവിൽ വരാൻ. നിലവിലെ പൂജാ വിധികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി മറ്റു പൂജാവിധികൾ ഉണ്ടോ എന്നത് അടക്കം നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. നമുക്ക് ആദ്യ പൂജ
അതെ, അതാണ് പൂർത്തിയായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ നിലയിൽ അങ്ങനെയാണ്. പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് വിവിധ താന്ത്രിക ശീലങ്ങളുണ്ട്. മലയാളികളാണ് എങ്കിൽ പലപ്പോഴും കേരളീയ താന്ത്രിക വിദ്യയാണ് പിന്തുടരുന്നത്. പക്ഷെ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ അടക്കം മറ്റ് താന്ത്രിക വിദ്യകൾ ആണ് പിന്തുടരുന്നത്. അതുകൊണ്ട് ഇനി എന്തൊക്കെ ശേഷിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ പുഷ്പങ്ങളും ഫലങ്ങളും ഒക്കെ ദേവന് സമർപ്പിക്കുന്ന ചടങ്ങുകൾ അടക്കമുണ്ട്.